ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്കെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ഉമർ ഖാലിദിന് അയച്ച കുറിപ്പിനെതിരെയാണ് വിമർശനം. ബി.ജെ.പി. ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയാണ് രംഗത്തെത്തിയത്. कोई भी व्यक्ति अगर एक आरोपी को समर्थन देता है, भारत के अंदरूनी मामलों पे टिप्पणी करता है, तो ये भारत बर्दाश्त नहीं करेगा। भारत के हर नागरिक को भारत की न्यायपालिका पे पूर्ण विश्वास है। कौन होता है एक भारी व्यक्ति हमारे लोकतंत्र पे और हमारी न्यायपालिका पे सवाल उठाने वाला, और वो भी उस व्यक्ति के समर्थन में खड़ा होता है जो भारत के टुकड़े करना चाहता है। ये उचित नहीं है, मर्यादापूर्ण नहीं है, और भारत की संप्रभुता की अगर बात आएगी तो 140 करोड़ भारतीय श्री नरेंद्र मोदी जी के नेतृत्व में एक साथ खड़े होंगे. അജയ് സുധാബ് വിവരങ്ങൾ നൽകും. അജയ്, വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയാണല്ലോ. എന്തൊക്കെയായിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ബി.ജെ.പി. വക്താവ് പറഞ്ഞത്? എൽദോ, നിലവിൽ സുഹ്റാൻ മംദാനിക്കെതിരെ ബി.ജെ.പി. ഇത്തരത്തിൽ ആഞ്ഞടിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഒമർ ഖാലിദിന് സുഹ്റാൻ മംദാനി അയച്ച ഒരു കത്താണ്. ഈ കത്തനുസരിച്ച് പറയുന്നത് ഈ ഒമർ ഖാലിദിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്താണിത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ US സന്ദർശിച്ചിരുന്നു. അപ്പോൾ സുഹ്റാൻ മംദാനി ഇവരെ സന്ദർശിച്ച ശേഷം ഇവരുടെ പക്കലാണ് ഇത്തരമൊരു കത്ത് കൊടുത്തയക്കുന്നത്. ഇതിനു മുൻപ് 2023 ഒരു പൊതുചടങ്ങിലും ഒമർ ഖാലിദിന് പിന്തുണയുമായി സുഹ്റാൻ മംദാനി എത്തിയിരുന്നു. അതായത് 2020 ഒമർ ഖാലിദ് ഡൽഹിയിൽ ജയിലിലാകുന്നത്. ഡൽഹി കലാപത്തിന് ഇയാൾ ആസൂത്രണം ചെയ്തു. അതിന് പല ഹേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോകളും അതുപോലെ തന്നെ വിദ്വേഷപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി എന്നുള്ള രീതിയിലാണ് UAPA ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു ഇയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിചാരണയും നടന്നിട്ടില്ല. ഇതിനിടയ്ക്ക് രണ്ട് തവണയും പിന്നെ ഈ ഡിസംബറിൽ സഹോദരിയുടെ കല്യാണം പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒമറിന് ജാമ്യം ലഭിച്ചത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി 2023 തന്നെ സുഹ്റാൻ മംദാനി സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ന്യൂയോർക്കിൽ എത്തിയപ്പോൾ ഒരു കുറിപ്പ് സുഹ്റാൻ മംദാനിക്ക് നൽകുന്നതിനായി ഈ സുഹ്റാൻ മംദാനി ഈ ഒമർ ഖാലിദിന് കൊടുക്കാനായി മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈയൊരു കത്ത് കൊടുത്ത വിഷയത്തിലാണ് നിലവിൽ മംദാനിക്കെതിരെ ബി.ജെ.പി. ആഞ്ഞടിച്ചിട്ടുള്ളത്. ബി.ജെ.പിയുടെ ദേശീയ വക്താവായിട്ടുള്ള ഗൗരവ് ഭാട്ടിയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും പുറത്തു നിന്നുള്ള ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ഒരിക്കലും രാജ്യം സഹിക്കില്ല. മംദാനി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ പിന്തുണ നൽകുന്ന വ്യക്തി ഒമർ ഖാലിദ് ഇന്ത്യയെ വിഭജിക്കാൻ, ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നയാളാണ്. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഗൗരവ് ഭാട്ടിയ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അഖണ്ഡതയുടെ കാര്യം വരുമ്പോൾ രാജ്യത്തെ 140 കോടി ജനങ്ങളും നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കും. അതുകൊണ്ട് മംദാനിയുടെ ഈ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഈ വിഷയത്തിൽ ബി.ജെ.പി. സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് 2023 മംദാനി ഈ ഒമർ ഖാലിദിന് പിന്തുണ അർപ്പിച്ച ആ ഒരു ചടങ്ങ് നോക്കുകയാണെങ്കിൽ അത് ഹൗഡി ഡെമോക്രസി എന്ന പേരിൽ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി തന്നെ US-ൽ നരേന്ദ്രമോദി 2023 സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി നടത്തിയ ഒരു പരിപാടിയാണ്. അതായത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് അവിടെയുള്ള ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഇന്ത്യൻ സംഘടനകളാണ് ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ വിശിഷ്ട അതിഥിയായിട്ടായിരുന്നു അന്ന് മംദാനി എത്തിയത്. മാത്രമല്ല, നമ്മൾ ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒമർ ഖാലിദിന് ജാമ്യം നൽകണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കി കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് US-ലുള്ള ചില നേതാക്കൾ എല്ലാം ചേർന്ന് ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ഇന്ത്യൻ അംബാസഡറായിട്ടുള്ള വിനയ് ക്വാത്രയ്ക്ക് കത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മംദാനി മാത്രമല്ല മറ്റ് ചില നേതാക്കൾ കൂടി ഒമർ ഖാലിദിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറം. റൈറ്റ്, അജയ് സുധാവിജാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുക.